കാറ്റത്തെ കിളിക്കൂടിലെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ കല്യാണത്തിൻ്റെ തലേ ദിവസമാണെങ്കിൽ സുനിതയാണെങ്കിൽ നമ്മളെ സുഭാഷിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഭാസ്കരനാണെങ്കിൽ നമ്മളെ സുനന്ദ ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സുനന്ദ പറയുന്നുണ്ട്, ഇല്ല ഭാസ്കരൻ മാമ എന്നെ വിശ്വസിക്കും, ഞാൻ പോകത്തില്ല, ഞാൻ അവരാരും അറിയാതെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അവരാരും ഇനി എന്നെ അന്വേഷിക്കത്തില്ല, കാര്യം വെച്ചാൽ അവരിനി രാവിലെ അവരെന്നെ തിരക്കത്തുള്ളൂ, അപ്പോഴേ അവരറിയത്തുള്ളൂ ഞാൻ അവിടെ ഇല്ല എന്നുള്ള കാര്യം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്നെ വിശ്വസിക്കുന്നൊക്കെ പറഞ്ഞ് നമ്മളെ സുനന്ദയാണെങ്കിൽ ഭയങ്കര കരച്ചിലൊക്കെ കരയുന്നുണ്ട്. അങ്ങനെ നമ്മളെ സുനന്ദയാണെങ്കിൽ നമ്മളെ സുഭാഷിൻ്റെ കാലിൽ കെട്ടി പിടിച്ചൊക്കെ കിടന്ന് കരയുന്നുണ്ട് കേട്ടോ. എന്നെ കൈവിടില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ സുഭാഷിൻ്റെ കാലിൽ കിടന്ന് ഭയങ്കര കരച്ചിലൊക്കെ കരയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ സുഭാഷ് ആണെങ്കിൽ സുനന്ദയെ പിടിച്ചൊക്കെ എഴുന്നേൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ സുനന്ദ പറയുന്നുണ്ട്, എനിക്ക് സുഭാഷ് ഏട്ടൻ്റെ കൂടെ അല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, എന്നെ വിശ്വസിക്കുക, ഞാൻ എന്നെ തിരിച്ച് വീട്ടിലേക്ക് അയക്കരുതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലൊക്കെ കരയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ സുധീഷാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നിന്നെ വിശ്വസിക്കാൻ പറ്റുമോ, പിന്നെ അമ്മാവനും അമ്മായിയൊക്കെ വന്ന് എന്തെങ്കിലും സീനോ കാര്യങ്ങളോ ഉണ്ടാക്കി കഴിഞ്ഞാൽ നീ തിരിച്ച് അവരെ കൂടെ പോകുമോ എന്നൊക്കെ നമ്മൾ സുധീഷാണെങ്കിൽ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ പിന്നെ സുനന്ദ പറയുന്നുണ്ടില്ല, എന്നെ വിശ്വസിക്കും, ഞാൻ ആര് വന്ന് വിളിച്ചാലും ഞാൻ പോകത്തില്ല, എനിക്ക് സുഭാഷ് ചേട്ടൻ്റെ കൂടെ അല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മളെ ഭാസ്കരനാണെങ്കിൽ ആ സമയത്ത് നമ്മൾ സുനന്ദയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഇങ്ങനെ മരണ വീട്ടിരുന്ന് കരയും നടക്ക് നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതിപ്പോൾ കുടിച്ചത് നീയാണോ ഞാനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ നിധി പറയുന്നുണ്ട്, അച്ഛാ പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഭാസ്കരനാണെങ്കിൽ പിന്നെ ഒന്നും മിണ്ടാതെയൊക്കെ നിൽക്കും. നമ്മൾ സുനന്ദയാണെങ്കിൽ അവിടെ നിന്നൊക്കെ എന്നിട്ട് നമ്മളെ നിധിയെടുത്ത് ചോദിക്കുന്നുണ്ട്, നിധി നിനക്കെങ്കിലും എന്നെ മനസ്സിലാവത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ, നിനക്കെങ്കിലും എന്നെ വിശ്വാസം ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ നിർബന്ധിച്ചിട്ട് എന്നെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ എൻ്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാരും എന്നെ ജീവനോടെ കാണത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മൾ സുനന്ദ പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ എന്നെ അറിയില്ലേ, കുഞ്ഞുനാൾ തൊട്ടേ എന്നെ സുഭാഷ് ഏട്ടൻ കാണുന്നതല്ലേ, എനിക്ക് എത്രമാത്രം സുഭാഷ് ഏട്ടനെ ഇഷ്ടമാണെന്നുള്ള കാര്യം സുഭാഷ് ഏട്ടൻ അറിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണെങ്കിൽ നമ്മൾ സുഭാഷിനെ തോളിലൊക്കെ കിടന്ന് കരയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ സുനിതാണെങ്കിൽ സുഭാഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടാ മറ്റാരേക്കാളും സുഭാഷ് ഏട്ടനാണെങ്കിൽ എന്നെ മനസ്സിലാവത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ഇത് അങ്ങോട്ട് കണ്ടിട്ടാണെങ്കിൽ നമ്മളെ ഭാസ്കരനിക്കാണെങ്കിൽ അത്ര പിടിക്കുന്നൊന്നുമില്ല. പിന്നെ അങ്ങനെ നമ്മൾ സുധീഷാണെങ്കിൽ ചോദിക്കും, ഇപ്പോൾ ഇതിൽ കൂടുതൽ ഇനിയിപ്പോൾ എന്താ വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇവരെ കല്യാണം അങ്ങ് നടത്താമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നിധി ചോദിക്കുന്നുണ്ട്, കല്യാണമോ, അപ്പോഴത്തേക്ക് സുധീഷ് പറയുന്നത് ആ കല്യാണം തന്നെ, അപ്പോൾ അവരൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം ഇവളെയും കൂട്ടി അങ്ങ് പോകാനൊക്കെ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ അച്ഛനാണെങ്കിൽ പറയുന്നുണ്ട്, എൻ്റെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഇവളങ്ങ് പോകുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ സുനന്ദയാണെങ്കിൽ നേരെ ഭാസ്കരൻ്റെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, ഭാസ്കരൻ മാമ എൻ്റെ അമ്മയുടെ കുടുംബം തന്നെയല്ലേ ഭാസ്കരൻ മാമയും, അപ്പോൾ ഭാസ്കരൻ മാമയെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എന്നെയും വിശ്വസിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളുള്ള പിന്നെ സുനന്ദയാണെങ്കിൽ ചെന്നിട്ടാണെങ്കിലും സുധി എടുത്ത് പറയുന്നുണ്ട്, സുധി എനിക്ക് കല്യാണത്തിന് സമ്മതമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഹരീഷും ചോദിക്കുന്നുണ്ട്, എന്തായാലും ഇത് വിശ്വസിക്കാൻ പറ്റുമല്ലോ, നീ പോകത്തില്ലെന്ന് പറയുന്ന ഉറപ്പ് തന്നെയല്ലേ എന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ സുനന്ദ പറയുന്നുണ്ട്, ആ അതെ ഉറപ്പ് തന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അവർ പറയുന്നുണ്ട്, അപ്പം എന്നാൽ നമുക്ക് കല്യാണം അങ്ങ് നടത്താമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നിധി പറഞ്ഞിട്ട് ഈ സമയത്ത് ഈ രാത്രിയിലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അവർ പറയുന്നുണ്ട്, എന്തായാലും ഇത് മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഭാസ്കരനാണെങ്കിൽ പറയുന്നുണ്ട്, അവൾ വന്നത് കല്യാണ വീട്ടിൽ നിന്ന്, അവളെ അവിടെ കണ്ടില്ലെങ്കിൽ ആദ്യം അവരെല്ലാവരും ഇളകി വരാൻ പോകുന്നത് ഇങ്ങോട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഭാസ്കരൻ പറയുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ഇപ്പം തന്നെ ചെയ്യാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഭാസ്കരൻ പറയുന്നുണ്ട്, എൻ്റെ മക്കളെ ആ കഥ അടയ്ക്കുക, എന്തായാലും ഇവരെ കല്യാണം ഇപ്പം നടത്താൻ പോകാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ നിധി പറയുന്നുണ്ട്, ഇപ്പോഴോ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു പുണ്യമായ കാര്യമല്ലേ എന്നൊക്കെ പറയുകയാണ്. ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് നമുക്ക് നടത്തിയാൽ പോരെയെന്ന് ചോദിക്കുന്ന സമയത്താണല്ലോ നമ്മളെ ഭാസ്കരൻ പറയുന്നുണ്ട്, തൂണിലും തുരുമ്പിലൊക്കെ ദൈവം ഉണ്ടെന്നല്ലേ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കല്യാണം ഇപ്പോൾ ഇവിടെ വെച്ച് നടത്താമെന്നങ്ങ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇവർ താലി നോക്കുമ്പോൾ താലി കാണുന്നില്ല. ആ സമയത്താണെങ്കിലും നമ്മളെ സുധിക്കാണെങ്കിൽ ഓർമ്മ വരാം, അന്ന് കല്യാണം മുടങ്ങിയ സമയത്താണെങ്കിലും സുഭാഷാണെങ്കിൽ സുധിയുടെ കയ്യിൽ താലി എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ താലിയാണെങ്കിൽ നമ്മളെ സുധിയാണെങ്കിൽ എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ എല്ലാവരും കാണിക്കും. അപ്പോൾ എല്ലാവർക്കും ആണെങ്കിൽ സന്തോഷമാവുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഹരീഷും നികേഷും കൂടെ ആണെങ്കിൽ നമ്മൾ സുഭാഷാണെങ്കിൽ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ സുഭാഷാണെങ്കിലും ഒന്നും ഒന്നുമില്ല. അങ്ങനെ നമ്മളെ ഭാസ്കരനാണെങ്കിൽ നമ്മൾ സുനന്ദയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും നാളത്തെ നേരം വിളക്കുന്ന സമയത്ത് നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും നിൻ്റെ അമ്മാവൻ്റെയും എല്ലാ അസുഖങ്ങളൊക്കെ അങ്ങ് മാറുമെന്ന് പറയുന്നുണ്ട്. അവരുടെ അഹങ്കാരമൊക്കെ അങ്ങ് തീരും, അവർ നാണം കെട്ട് നിൽക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അതെൻ്റെ രണ്ട് കണ്ണുകൊണ്ട് എനിക്ക് കാണണമെന്നൊക്കെ നമ്മൾ ഭാസ്കരനാണെങ്കിൽ പറയുന്നുണ്ട്. ഭൂതനയുടെ അഹങ്കാരം നാളത്തോടെ തീരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെനിക്കൊന്ന് കാണണമെന്നൊക്കെ ആണെങ്കിൽ നമ്മൾ ഭാസ്കരനും പറയുന്നുണ്ട്. പിന്നെ നമ്മൾ സുനിതയാണെങ്കിൽ നമ്മളെ നിധിയാണെങ്കിൽ ഓരോന്നൊക്കെ പറഞ്ഞൊക്കെ സമാധാനപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് സുനിത പറയുന്നുണ്ട്, അവിടെ എല്ലാവരും ഉറങ്ങിയെന്ന് ബോധ്യം വന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, പക്ഷേ ഇനി അവരാരെങ്കിലും എഴുന്നേറ്റ് എന്നെ നോക്കിക്കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടരുതെന്നൊക്കെ പറയുന്നുണ്ട് നമ്മളെ സുനിത. ആ സമയത്ത് നമ്മൾ ശ്രുതി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നിൻ്റെ അമ്മയൊക്കെ വന്ന് ഇവിടെ നിന്ന് കരയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നീ അവരോട് പോകാതിരുന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുനിത പറയുന്നുണ്ട്, ആര് വന്ന് വിളിച്ചാലും ഞാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്, എനിക്ക് സുഭാഷിനില്ലാതെ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് സുനിത പറയുന്നുണ്ട്, ഇനി പോലീസ് വന്ന് പറഞ്ഞാലും ശരി തന്നെ, ഞാനാണെങ്കിൽ സുഭാഷേട്ടനോട് ജീവിക്കാനാണ് എനിക്ക് ഇഷ്ടമെന്ന് ഞാൻ അവരത് പറയാമെന്നൊക്കെ പറയും കേട്ടോ. ആ സമയത്ത് നമ്മൾ സുഭാഷിനാണെങ്കിൽ ഒരുക്കിയിട്ടാണെങ്കിൽ അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സുധിയാണെങ്കിൽ സുഭാഷിൻ്റെ കയ്യിൽ
താലി എടുത്ത് കൊടുക്കാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഭാസ്കരൻ പറയുന്നുണ്ട്, എടാ ഇവിടെ കാരണന്മാരിരിക്കുമ്പോൾ നീയാണോ താലി എടുത്ത് കൊടുക്കേണ്ടത്, നീ ആ താലി ഇങ്ങോട്ട് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഭാസ്കരനാണെങ്കിൽ ആ താലി അങ്ങ് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ എല്ലാവരും കൂടെ പിന്നെ പ്രാർത്ഥിക്കാനൊക്കെ വേണ്ടി നിൽക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിലും നമ്മൾ ഭാസ്കരനാണെങ്കിൽ താലി എടുത്ത് കൈ വെച്ചിട്ട് പറയും, എടീ ഭൂതനെ എന്ന് പറയും കേട്ടോ. സുനിതടുത്ത് പറയും, നിന്നെയല്ല നിൻ്റെ അമ്മയാണെന്ന് പറയും കേട്ടോ. എന്തെങ്കിലും ഒരിക്കൽ ഭാസ്കരനും ഭാസ്കരൻ്റെ മക്കളും ജയിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നാളെ നീ അറിയുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ ഭാസ്കരനാണെങ്കിൽ എന്നിട്ട് പറയുന്നുണ്ട്, എന്നിട്ട് വേണം നാളെ ആ വീടിൻ്റെ മുറ്റത്തൊന്ന് പോയി നിന്നിട്ട് എനിക്ക് കൈയും കെട്ടിയൊക്കെ അവിടെ നിന്ന് നിൽക്കണം. അപ്പോഴത്തേക്ക് നമ്മൾ ഭാസ്കരൻ പറയുന്നുണ്ട്, കേട്ടിട്ട് തന്നെ എനിക്ക് രോമാഞ്ചം എണീറ്റ് നിൽക്കുന്നതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ഭാസ്കരനാണെങ്കിൽ നമ്മളെ സുഭാഷിനടുത്ത് പറയുന്നുണ്ട്, മോനെ കെട്ടടാ താലി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ സുഭാഷാണെങ്കിൽ സുനിതയുടെ കഴുത്തിലൂടെ താലി കെട്ടാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഡോറ് ഭയങ്കരമായിട്ട് ചവിട്ടി തുറക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ നമ്മളെ സുനിതയുടെ അച്ഛനും അമ്മയും അങ്ങോട്ട് വരുന്നത്. സുനിതയുടെ അച്ഛനാണെങ്കിൽ ദേഷ്യത്തോടെ വന്നിട്ട് നമ്മളെ സുഭാഷിനെ അടിക്കാനൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ സുധീഷാണെങ്കിൽ പിന്നെ സുനിതയുടെ അച്ഛൻ്റെ കൈയൊക്കെ പിടിച്ച് തള്ളുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ഹരീഷാണെങ്കിലും പറയുന്നുണ്ട്, നിങ്ങളെന്താ വിചാരിച്ചാൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾ ചേട്ടൻ്റെ ദേഹത്ത് നിങ്ങൾക്ക് തൊടാമെന്ന് വിചാരിച്ചതെന്ന് ചോദിച്ചിട്ട് നമ്മൾ ഹരീഷും ആണെങ്കിൽ പിടിച്ച് നമ്മുടെ സുനിതയുടെ അച്ഛനെ തള്ളയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇറങ്ങി പോടാന്നൊക്കെ പറയുന്നുണ്ട് വീട്ടിൽ നിന്ന്. അപ്പോൾ നമ്മൾ സുഭാഷാണെങ്കിൽ അവരുടെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നതെന്നൊക്കെ നമ്മൾ സുധീഷിൻ്റെ അടുത്തും ഹരീഷിൻ്റെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നിധി അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ വഴക്കും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. ആ സമയത്ത് നിധി പറയുന്നുണ്ട്, ഒന്ന് നിർത്തുമെന്നുണ്ടോ, നിങ്ങൾ എന്തിനീ കിടന്ന് ഇങ്ങനെ അടി കൂടുന്ന, സുനിതയാണെങ്കിൽ അവൾ ഇഷ്ടത്തിന് അവൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളിങ്ങനെ പ്രശ്നം ഉണ്ടാക്കാതെ നമുക്ക് ഇരുന്ന് സംസാരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ സുനിതയുടെ അമ്മ പറയുന്നുണ്ട്, സംസാരിക്കുമോ, നാളെ കല്യാണം നടക്കാനുള്ള പെണ്ണാണെന്നൊക്കെ പറയുന്നുണ്ട്. അവൾ ഇനി എന്തൊക്കെ പ്രശ്നം നടന്നാലും ഞങ്ങൾ അവളെ ഇനി ഇവിടുന്ന് കൊണ്ടുപോകും, ആരെയൊക്കെ കൊന്നിട്ടാണെങ്കിലും ശരിയല്ല, ഞങ്ങൾ അവളെ ഇവിടുന്ന് കൊണ്ടുപോകുന്നൊക്കെ പറയുന്നത്. സുനിത പറയുന്നുണ്ട്, ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നാലും ശരിയല്ല, ഞാൻ ഇവിടുന്ന് വരത്തില്ല, എനിക്കാണെങ്കിൽ സുഭാഷിൻ്റെ അടുത്തല്ലാതെ എനിക്ക് വേറെ അടുത്തും എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പലവട്ടവും നിങ്ങളടുത്ത് പറഞ്ഞ കാര്യമല്ലേ, എനിക്ക് വേറെ ഒരു കല്യാണത്തിന് എനിക്ക് സമ്മതമല്ല എന്നൊക്കെ പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ ഭാസ്കരനാണെങ്കിൽ കൈയടിച്ചൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഭാസ്കരൻ പറയുന്നുണ്ട്, ഇത്രയ്ക്ക് മനോഹരമായ ഒരു സംഭവം ഞാൻ ഇതൊരിക്കലും ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് വേണോടാ എന്നൊക്കെ പറയുന്ന സമയത്താണ് നമ്മൾ സുനിതയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ടോ, അപ്പോൾ ഇതൊക്കെ നിൻ്റെ പ്ലാനിങ് ആണോ എന്നൊക്കെ ചോദിക്കും. ആ സമയത്ത് ഭാസ്കരനാണെങ്കിൽ പറയുന്നുണ്ട്, നീ ഇവിടെ എല്ലാം പറഞ്ഞു നടക്കുന്നില്ല, ഇത്രയ്ക്ക് മോശമായൊരു വീടാണ് എൻ്റെ വീടെന്ന്, ആ ഒരു വീട്ടിലോട്ടിലൂടെ നിൻ്റെ മോളിൽ രാത്രി കയറി വന്നതെന്നൊക്കെ പറയുന്നത്. ഭാസ്കരൻ പറയുന്നുണ്ട്, എന്തായാലും നിൻ്റെ മുഖത്ത് നോക്കി നിൻ്റെ മോള് പറഞ്ഞല്ലോ നാളെ നടത്താൻ വെച്ചിരിക്കുന്ന കല്യാണം എന്തായാലും നടക്കത്തില്ല എന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭാസ്കരനാണെങ്കിൽ പൊട്ടി ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോസായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ളാം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.